കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. കനത്ത മഴയിൽ അവിടെ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായി. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. മെസ്സിക്ക് കുളിക്കാനുള്ള ഷവർ എന്നുള്ള പരിഹാസത്തോടെയാണ് ഈ പോസ്റ്റ് വൈറലാകുന്നത്. വിപിൻ, അതിനെ മെസ്സിക്ക് കുളിക്കാനുള്ള ഷവറൊന്നും വിളിച്ചാൽ പോരാ, കുറ്റാലം വെള്ളച്ചാട്ടം എന്നൊക്കെ വിളിക്കേണ്ടി വരും. വിപിൻ, ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ അവരുടെ ആദ്യത്തെ മത്സരം. ഇന്ന് 7:30 മത്സരം നടക്കാനിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വേനൽ മഴ കൊച്ചിയിൽ പെയ്തത്. ഈ പെയ്ത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചോർച്ച കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സിക്ക് കുളിക്കാൻ ഷവർ എന്നുള്ള രീതിക്കാണ്. കാരണം സ്പോൺസറൊക്കെ കോടികൾ ചിലവഴിച്ച് രാജ്യാന്തര നിലവാരത്തിൽ തന്നെ അടിമുടി മാറ്റി കലൂർ സ്റ്റേഡിയം എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഏകദേശം പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. അങ്ങനെ അത് GCDAക്ക് കൈമാറി. GCDA ഇവിടെ ഇനി ഒന്നും തന്നെ നടപ്പാക്കാനില്ല, ഹെഡ്ലൈറ്റിന്റെ അടക്കമുള്ള ചില അറ്റകുറ്റപ്പണികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആദ്യത്തെ വേനൽ മഴയിൽ തന്നെ ഇത്ര വലിയ രീതിയിൽ മഴ പൊടുന്നനെ സ്റ്റേഡിയത്തിനകത്തേക്ക് പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നും വേനൽ മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ അറിയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ന് രാത്രി 7:30 കൂടിയാണ് മത്സരം. അപ്പോൾ ഇന്ന് രാത്രിയും ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും മറ്റെന്തെങ്കിലും പദ്ധതിയാണോ വിപിൻ? ഈ സ്റ്റേഡിയത്തിൽ ഒരു മഴക്കുഴി അല്ലെങ്കിൽ മഴവെള്ള സംഭരണി പോലെന്തോ പരിപാടിയാണോ? കാര്യം ഈ ചോർച്ച എന്ന് പറഞ്ഞ ഒരു മര്യാദ ഒക്കെ ഇല്ല. ഇത് ചോർച്ചയാണോ? ഇതിനെന്തോ വിളിക്കണ്ടേ? അതെ, മേൽക്കൂരയുടെ ഒരു ഭാഗം അത് കുറച്ച് വിണ്ട് അതിൻ്റെ ത്തിലൂടെ മുഴുവനായിട്ടും വെള്ളം താഴത്തേക്ക് പതിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇത് ഇന്നലെ രാത്രി എടുത്ത ദൃശ്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് എവിടെയും ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ അത്ര അധികം വെള്ളമാണ്. അതായത് മുകളിൽ ഈ മേൽക്കൂരയ്ക്ക് മുകളിലുള്ള ഷീറ്റിലൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളം അത് മുഴുവനായും താഴത്തേക്ക് പതിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. കാരണം